പാളം ക്രോസ് ചെയ്ത് ഓടിയപ്പോൾ ഈ ബാൻഡേജ് പാളത്തിലുടക്കി. ഞാൻ തെറിച്ച് തല അടിച്ച് വീണു, ബോധം പോയി. ട്രെയിൻ എൻ്റെ മുകളിൽ കൂടെ കയറിപ്പോയി. ജീവിതം മൊത്തം നമ്മൾ ചില്ല് തകർന്ന് വീഴുന്നു എന്നൊക്കെ പറയുന്നത് പോലെ കംപ്ലീറ്റ്ലി സ്കാറ്റേർഡായി നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അനീഷിൻ്റെ ലൈഫിൽ. വലത് കൈപ്പത്തി ഇവിടം കൊണ്ട് അറ്റുപോയി. ഇടത് കൈ പകുതി മുറിഞ്ഞു പോയതാണ്, ഇത് തെന്നിച്ചേർത്തെടുത്താണ്. ഇടത് കാലും അറ്റുപോയി മുട്ടിന് താഴെ. 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ജോലിയായി കുടുംബം നോക്കേണ്ട ഞാൻ ഒറ്റ നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് 0 ആയി മാറി. അമ്മ പറഞ്ഞ വാചകമാണ്. ഞാൻ കട്ടിലെ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ അമ്മയുടെ കാര്യം ആവശ്യപ്പെട്ടു. അമ്മ എനിക്ക് ദയാവധം വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാരണം എനിക്ക് തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷയില്ല. അന്നേരം അമ്മ പറഞ്ഞത്, എൻ്റെ മരണം വരെ എനിക്ക് നിന്നെ കാണാൻ കിട്ടിയേ പറ്റൂ, മുമ്പോട്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ എന്ന് വരെ ജീവിക്കുന്നോ അന്ന് വരെ ജീവിക്കുക, അത് കഴിയുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യുക. ഇതായിരുന്നു അന്നത്തെ എൻ്റെ ആഗ്രഹം. അവിടെ നിന്നും അനീഷ് എങ്ങനെ ഈ പറയുന്ന പോലെ ഇന്നിപ്പോൾ ഗവൺമെൻറ് ജോലിയുള്ള അനീഷ് മോഹൻ ആ ജോലി വരെ ലീവിൽ വെച്ച് നിന്നിട്ട് ഇന്നിപ്പോൾ 16 പേർക്ക് അനീഷ് സാലറി കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ കൂലിപ്പണി ചെയ്താൽ തന്നെ ഇപ്പോൾ ഒരു ആവറേജ് 1000 രൂപ കിട്ടും അല്ലേ? 800 രൂപ മുതൽ ആവറേജ് 1000 രൂപ കിട്ടും. അതായത് ഒരു കുട്ടിയുടെ വെർത്ത് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. ഒരു യുവാവിൻ്റെ വെർത്ത്. ഒരു മാസം 25 വർക്കിൻ്റെ ഉണ്ട്, 25,000 വെർത്ത്. ഒരു വർഷം 12 മാസം, 3 ലക്ഷമാണ് വെർത്ത്. അവന് ഇഷ്ടമല്ലാത്തൊരു കോഴ്സ് പഠിക്കുമ്പോൾ അവൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന നഷ്ടമാണ് 3 ലക്ഷം ഇൻറ്റു 4 വർഷം 12 ലക്ഷം രൂപയാണ്. കേരളത്തിൽ 1000 പിള്ളേരുള്ളൊരു കോളേജ് ഒരു ദിവസം സ്ട്രൈക്ക് എടുത്താൽ ലോസ് 10 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ കുട്ടികളുടെ കഴിവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഉപയോഗിക്കാനായിട്ട് സാധിച്ചാൽ ഇവിടെ വിപ്ലവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും ശരീരവേദനക്കാളും വലിയ വേദന മാനസിക വേദന. അങ്ങനെയാണെങ്കിൽ ശരീരത്തിൻ്റെ അസുഖത്തെക്കാളും വലിയ അസുഖം മനസ്സിൻ്റെ അസുഖം. പലപ്പോഴും മനസ്സിൻ്റെ അസുഖത്തെ ആൾക്കാർ ഭ്രാന്താന്നൊക്കെ പറഞ്ഞ് അങ്ങ് നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുക. ആ വേദന നമ്മൾ കാണണം. എത്ര കുട്ടികളുണ്ട് ഇഷ്ടമുള്ള മേഖലയിൽ പഠിച്ചിറങ്ങിയിട്ടുള്ളവർ. എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി നോക്കി 100 പിള്ളേരോട് ചോദിച്ചു നോക്കുക, നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നഴ്സിംഗ് പഠിക്കാൻ വന്ന എത്ര പേരെന്ന് ചോദിക്കുക, 5 പേര് കൈപ്പൊക്കിയാൽ ഭാഗ്യം എന്ന് പറയും. ബാക്കി 95 പറയുന്നത് സാറേ പൈസയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ജോലി കിട്ടാനായിട്ടാണ്. കേരളം ഇനി സാമ്പത്തിക രക്ഷപ്പെടാൻ ഏറ്റവും അധികം വേണ്ടത് എല്ലാ കുടുംബങ്ങളിലും ഒരു സംരംഭകൻ ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മളിത് പറഞ്ഞു നടക്കുന്ന കാര്യമില്ല. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമസ്കാരം. ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ChatGPTയിൽ ദ ബെസ്റ്റ് ഇൻസ്പിറേഷണൽ ട്രെയിനർ ഇൻ കേരള എന്ന് പറഞ്ഞ് നമ്മളൊന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന പേരുകളിൽ ഒന്ന്, എന്തായാലും ആദ്യം കാണുന്ന പേര് തന്നെ ശ്രീ അനീഷ് മോഹൻ എന്നുള്ളത് തന്നെയായിരിക്കും. ബിഹൈൻഡ് ദ സക്സസിൽ ഇന്ന് എന്നോടൊപ്പം എനിക്ക് ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയാം, ഇന്ന് എൻ്റെ കൂടെയുള്ളത് അദ്ദേഹമാണ്, ശ്രീ അനീഷ് മോഹൻ. നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് നേരിട്ട് കാണാൻ പറ്റിയതിലും കൂടുതലായിട്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കാൻ പറ്റിയതിലും. എന്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ തന്നെ ദ ബെസ്റ്റ് ഇൻസ്പിറേഷണൽ ട്രെയിനർ എന്ന് പറയാനായിട്ട് ശ്രീ അനീഷിനെ അങ്ങനെ അതിലേക്ക് പാകപ്പെടുത്തിയ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ബാക്കി എല്ലാവരിൽ നിന്നും താങ്കളെ വ്യത്യസ്തനാക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമുക്കിന്നിപ്പോൾ ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉണ്ട്, ഇൻസ്പിറേഷണൽ ട്രെയിനേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതിലെ എല്ലാം ദ ബെസ്റ്റ് എന്ന് പറയുന്നത് താങ്കളാവണമെങ്കിൽ എന്തൊക്കെയാണ്? ഒരുപക്ഷെ ജീവിതാനുഭവമായിരിക്കാം. ആ ജീവിതാനുഭവം വഴി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതുകൊണ്ടാകാം. ഇപ്പം നമുക്ക് ശരിക്കും നമ്മളെപ്പോഴും ട്രെയിനേഴ്സിനെ കുറിച്ചൊരു പരാതി കേട്ടിട്ടുണ്ടോ? തള്ളിൻ്റെ ആൾക്കാരാണ്. ഇവർ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറെ ഒന്നും. അപ്പം എന്തു പറയുന്നു അത് പ്രവർത്തിക്കാനും പ്രവർത്തിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് വീണ്ടും പങ്കുവെക്കാനും സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ കടന്നു പോയിട്ടുള്ള വേദനകളുണ്ട്. അപ്പോൾ ഈ വേദനകൾ, സമാനമായ വേദന അനുഭവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അറിയാം. അവരെ അതിൽ നിന്ന് എങ്ങനെ തരണം ചെയ്യിക്കാം. അപ്പം എൻ്റെ ഒരു യുണീക്ക് സ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊരാളുടെ പ്രോബ്ലം കണ്ടെത്തുക, അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ അവരുടെ യുണീക്ക് സ്കില്ല് വഴി സാധിക്കും. എല്ലാവർക്കും ഉണ്ട് കുറേ യുണീക്ക് സ്കില്ല്, അത് കണ്ടെത്തി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ബേസിക്കലി ചെയ്യുന്നത് വെച്ചാൽ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ട് ക്ലാസ്സുകളെടുക്കും. അവർക്ക് എന്താണ് ആവശ്യം, ആ കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് അസസ് ചെയ്തിട്ട് ഇതിനുള്ള പരിഹാരം എനിക്ക് പങ്കുവെച്ച് കൊടുക്കാമെങ്കിൽ മാത്രം നമ്മൾ ക്ലാസ് ഏറ്റെടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതിന് പറ്റിയ ആളെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പം അതോടെ റിസൾട്ട് ഓറിയൻറ്റഡാണ്. ആ ട്രാൻസ്ഫോർമേഷൻ ക്ലാസ്സിലൂടെ എത്തിക്കാൻ പറ്റുന്നതുകൊണ്ടാകാം നമ്പർ 1 ആയിട്ട് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെടാൻ കാരണം. അപ്പോൾ എന്ത് ടോപ്പിക്ക് തന്നാലും മനീഷിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടോ? പറ്റില്ല, എനിക്കൊന്നല്ല, ആർക്കും പറ്റില്ല. അത് ചില ആൾക്കാർ പറയും എന്ത് തന്നോളൂ ഞാൻ സംസാരിക്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ മേഖലയിലും എക്സ്പെർട്ട് ആകാൻ പറ്റില്ല. അതെ, ഒന്നിലേക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മാറാനായിട്ട് പറ്റും. ഒന്നിലേക്ക് തന്നെ. അതാണ് ഈ സ്പെഷ്യലൈസ് ചെയ്യാന്ന് പറയത്തില്ലേ. ഇപ്പൊ ജനറൽ പ്രാക്ടീഷണർ ആയിട്ട് ഡോക്ടറുണ്ട്, അതേ സമയത്ത് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടറുണ്ട്. നമുക്ക് സ്പെഷ്യലൈസ് എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ അടുത്ത് പോകണം. ജനറൽ പ്രാക്ടീഷണർ എപ്പോഴും ഒരു 50 രൂപ 100 രൂപ 200 രൂപയൊക്കെ ചാർജ് ചെയ്യുന്നത്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾ 500 രൂപ 1000 രൂപ ചാർജ് ചെയ്യും. എന്തുകൊണ്ടാണ്? അതിന് അദ്ദേഹത്തിന് ഡെപ്തിൽ പോകാനുള്ള കഴിവുണ്ട്.
ഇനിയുള്ള കാലത്ത് ജനറൽ ആകരുത്. ജനറൽ ആകേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനി ജനറൽ ആകരുത്. ഇനി നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യുക, അതുപോലെ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരെ എല്ലാവരായിട്ട് കൊളാബ് ചെയ്യുക. നമുക്ക് പറ്റാത്ത കാര്യം അവരെ ഏൽപ്പിക്കുക, അവർക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെ ടീമിലെ കൗൺസിലിംഗ് ലീഡ് ചെയ്യുന്ന എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ മാത്യു കടമല സാറാണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ MSW കൗൺസിലിംഗാണ്. പക്ഷേ എൻ്റെ ഏരിയ കൗൺസിലിങ്ങിന് എന്നെക്കാളും ഫാർ 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 ബെറ്റർ ആയിട്ട് വ്യക്തി മാത്യു സാർ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തൊരു കൗൺസിലിംഗ് കേസ് വന്നാൽ ഞാൻ നേരെ മാത്യു സാർ റെഫർ ചെയ്യത്തുള്ളൂ. എനിക്ക് സ്പെഷ്യലൈസ് ചെയ്ത ഏരിയ, എനിക്ക് 1-to-1 കോച്ചിങ് പറ്റും, ഇൻസ്പിറേഷൻ ട്രെയിനിങ് പറ്റും. ആ ഏരിയ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ പരന്ന് നടന്ന് നമുക്ക് ഇന്ന് കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയോണ്ട് റിസൾട്ട് കൂടാൻ തുടങ്ങി. യെസ്, വെരി ട്രൂ. അതിനിടയിൽ ഞാൻ ചോദിക്കാം, ആദ്യം തന്നെ ഞാൻ പറയാം, ഇദ്ദേഹം എങ്ങനെ കുറേ പേരെ ഇൻസ്പയർ ചെയ്തു എന്നുള്ളൊരു ജേർണി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നെ തന്നെ ശരിക്കും ഞാനിപ്പോൾ ഒരു വല്ലാത്തൊരു ഇമോഷണൽ സ്റ്റേറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് തന്നെ. എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ തന്നെ അനീഷിൻ്റെ കൈ, അത് ക്യാമറയിൽ ഒന്ന് കാണിക്കാമോ അനീഷ്? ബുദ്ധിമുട്ടാവില്ലല്ലോ? അനീഷിൻ്റെ ഈ ഹാൻഡ് എന്ന് പറയുന്നത് ഇത് ആംപ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ്. അനീഷിൻ്റെ കാലും, ഇടത്തെ കാലും റൈറ്റ് ഹാൻഡും. അത് ആ ഒരു ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയിലും എല്ലാവരും ജീവിതം ആസ്വദിച്ച് ജീവിതത്തിൻ്റെ ആ കളർഫുൾ സ്റ്റേജ് കാണുന്ന ഒരു പ്രായത്തിൽ, കുറേ മോഹങ്ങളെല്ലാം വെച്ച് നിൽക്കുന്ന ഒരു പ്രായത്തിൽ പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുന്നു. അതിൽ നിന്നും അനീഷിൻ്റെ ജീവിതം മൊത്തം നമ്മൾ ചില്ല് തകർന്ന് വീഴുന്നു എന്നൊക്കെ പറയുന്നത് പോലെ കംപ്ലീറ്റ്ലി സ്കാറ്റേഡായി നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അനീഷിൻ്റെ ലൈഫിൽ. അവിടെ നിന്നും അനീഷ് എങ്ങനെ ഈ പറയുന്ന പോലെ ഇന്നിപ്പോൾ ഗവൺമെൻറ് ജോലിയുള്ള അനീഷ് മോഹൻ ആ ജോലി വരെ ലീവിൽ വെച്ച് നിന്നിട്ട് ഇന്നിപ്പോൾ 16 പേർക്ക് അനീഷ് സാലറി കൊടുക്കുന്നുണ്ട്. അതും വളരെ അഭിമാനത്തോടെ പറയാം. ആ ഒരു സ്റ്റേജിലേക്ക് അനീഷിൻ്റെ യാത്ര എന്ന് പറയുന്നത് ശരിക്കും നമ്മളെല്ലാവരും കാണേണ്ട കാര്യമാണ്, അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമ്മൾ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നുള്ളത് ആ ജേണി നമുക്ക് അനീഷിൽ നിന്ന് തന്നെ കേൾക്കാം. അനീഷ് പ്ലീസ്. തീർച്ചയായും. 21 വയസ്സ് വരെ എല്ലാവരെയും പോലെ പൂർണ്ണ ആരോഗ്യവാനായ വ്യക്തി. പക്ഷേ കടന്നു വന്ന വഴി ചലഞ്ചിങ് ആയിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയതാണ്. വീട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി കാരണം. അനീഷ് ഒരു മോനാണോ? അല്ല, 2 പേരെ, ചേട്ടനുണ്ട്. അപ്പം അച്ഛൻ ആശാരിയാണ്. പക്ഷെ അച്ഛൻ്റെ ആരോഗ്യ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അച്ഛൻ്റെ ദുശീലങ്ങളും കുറച്ചുണ്ടായിരുന്നു. ഇത് രണ്ടും വന്നുകൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രൈസിസ് ചെറുപ്പത്തിലുണ്ട്. അപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടി അമ്മയാണ് പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മയോടൊപ്പം ഞാനും 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പണിക്ക് പോകും. എന്ത് ജോലി? തടിമില്ലി, സോമില്ലി. അവിടെ തടി അറക്കാനും തക്കാളിപ്പെട്ടി തറക്കാനും. 7 വയസ്സുകാരനായ 7ാം ക്ലാസ്സിൽ പഠിക്കും. 13 വയസ്സ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോകുമായിരുന്നോ? വേറെ നിവൃത്തി. ഞാൻ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞ് നേരെ മില്ലോട്ടാണ് പോകുന്നത്. എന്നിട്ട് അവിടെ ഒരു 6-6:30 വരെ പണിയെടുക്കും. ചേട്ടനോ? ചേട്ടൻ ആ സമയത്ത് പഠിക്കുക. ചേട്ടൻ ജോലി ചെയ്തിട്ടില്ല? ചേട്ടൻ അത്രയും ഇതായിട്ട് വരത്തില്ല. പക്ഷെ ചേട്ടൻ +2 കഴിഞ്ഞിട്ട് കുറെ നാൾ ചായക്കടയിലൊക്കെ ജോലി ചെയ്തു. പക്ഷെ അനീഷ് നേരത്തെ തന്നെ 13 വയസ്സിൽ തുടങ്ങി. അമ്മയുടെ സങ്കടം നമുക്ക് സഹിക്കാൻ പാടായിരുന്നു. അപ്പം അമ്മ പണിക്ക് പോയിട്ട് ഞങ്ങളെ പോയിട്ടുമല്ലേ. അപ്പം അത് ശരിയായൊരു നടപടിയല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാനും പണിക്കങ്ങ് ഇറങ്ങി. ഒരു കുറേ ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ. 10ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ രാവിലെ 4 മണിക്ക് കഴിഞ്ഞിട്ട് പത്രം ഇടാൻ പോയിട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന. അപ്പോൾ ശരിക്കും നല്ലോണം സ്ട്രഗിൾ ചെയ്താണ് പോളിടെക്നിക്ക് വരെ പഠിക്കുന്നത്. ഈ 7ാം ക്ലാസ് 13 വയസ്സുള്ള കുട്ടിയും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു 4 മണി, അത് കഴിഞ്ഞ ഉടനെ എത്ര മണിക്ക് പോകും ഈ ജോലിക്ക്? നേരെ മില്ലോട്ട് പോകും. ഒന്നെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഡ്രസ്സ് മാറിയിട്ട് നേരെ 4:15 മില്ലിൽ കയറും. 4:15 തൊട്ട് 6-6:30 വരെ മില്ലിൽ നിൽക്കും. ശനിയാഴ്ച സൗദിയല്ലേ, അന്നേരം ഞാൻ വേറെ മില്ലൊക്കെ പണിക്ക് പോകും. ഓവർ ടൈം അവിടെ പോയി കുറച്ചുകൂടെ പൈസ കൂടുതൽ കിട്ടും. അത് നമ്മൾ ഈ ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. അവിടെ നമുക്ക് പരാതി പറയാനുള്ള സ്പേസ് ഇല്ല. ദൈവം സഹായിച്ച ആരോഗ്യം തന്നിട്ടുണ്ട്. അമ്മയാണെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മയെ നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊന്നുമല്ല. അപ്പം അങ്ങനെ ഇറങ്ങി തിരിക്കുമായിരുന്നു. ഇത് അച്ഛൻ അറിഞ്ഞിരുന്നു? അറിയാം, അച്ഛനറിയാം. പക്ഷെ അച്ഛൻ്റെ ആരോഗ്യ പ്രതിസന്ധി ഉണ്ട്. അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ മോശമാണ്. നമുക്ക് അദ്ദേഹത്തെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതാണ് അവിടുത്തെ സാഹചര്യം, അതാണ്. പക്ഷെ നമുക്ക് അന്നൊക്കെ അമ്മ പറഞ്ഞ കാര്യമുണ്ട്, നമുക്ക് പണം മാത്രമേ ഇല്ലായ്മയുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. അധ്വാനിക്കാൻ റെഡിയാണെങ്കിൽ ഇതെല്ലാം ഉണ്ടാകും. ദൈവം നിനക്കൊരു യുണീക്ക് കഴിവ് നൽകിയിട്ടുണ്ട്, അത് കണ്ടുപിടിക്കണമെന്നൊക്കെ അമ്മ പറഞ്ഞ് പ്രചോദിപ്പിക്കും. പിന്നെ അതിന് അമ്മമാർ സ്ഥിരം ഡയലോഗ് ഉണ്ടല്ലോ, ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കും. ഇപ്പോൾ പരീക്ഷണങ്ങൾ കൂടുതൽ അനുഭവിച്ചു, നമുക്ക് കൂടുതൽ നല്ലത് കിട്ടും എന്നൊരു ചിന്ത കാരണം അങ്ങനെ പഠിച്ചാണ്. അങ്ങനെ ഇൻസ്ട്രുമെൻറ്റേഷന് ഞാൻ 4ാം റാങ്കിൽ പാസ്സായതാണ്. ISRL ഇൻ്റർവ്യൂവിന് 10 ദിവസം മുമ്പ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാനിങ്ങനെ തിരുവനന്തപുരം പോയിട്ട് തിരിച്ചു വന്നു. എൻ്റെ വലതുകാലിന് സർജറിയുടെ ഭാഗമായിട്ട് ക്രൈപ്പ് ബാൻഡേജ് എന്ന് പറഞ്ഞ് അത് ചുറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങി പാളം മുറിച്ച് പെട്ടെന്ന് നടന്ന നാഗമ്പടത്തേക്ക് എത്താൻ പറ്റും. അങ്ങനെ ഇറങ്ങി ക്രോസ് ചെയ്ത് ഓടിയപ്പം ഈ ബാൻഡേജ് പാളത്തിലുടക്കി. ഞാൻ തെറിച്ച് തല അടിച്ചു വീണു, ബോധം പോയി. ട്രെയിൻ എൻ്റെ മുകളിൽ കൂടെ കയറിപ്പോയി, വലിച്ചുകൊണ്ട് പോയി. വലത് കൈപ്പത്തി ഇവിടം കൊണ്ട് അറ്റുപോയി. ഇടത് കൈ പകുതി മുറിഞ്ഞു പോയതാണ്, ഇത് തുന്നിച്ചേർത്തെടുത്താണ്. ഇടത് കാലും അറ്റുപോയി, മുട്ടിന് താഴെ.
10 ദിവസം കൂടെ കഴിഞ്ഞാൽ ജോലിയായി കുടുംബം നോക്കേണ്ട ഞാൻ ഒറ്റ നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് 0 ആയി മാറി. 0 എന്നല്ല, 0ക്ക് താഴെ എത്ര വരെ പോകാം അവിടെ വരെ പോയി. അതിന് രക്ഷപ്പെട്ടത് തന്നെയാണ് അനീഷ് ഏറ്റവും വലുത്. ട്രെയിൻ കൊണ്ടുപോയി അനീഷ് എന്നെ വലിച്ചെടുത്തു. അടിക്കുന്ന ഞാൻ കറങ്ങി, അതുകൊണ്ടല്ലേ റൈറ്റും ലെഫ്റ്റും പോയി, അല്ലെങ്കിൽ ഒരു സൈഡിൽ. അത് ഏറ്റവും വലിയ ഭാഗ്യം. തീർച്ചയായും പറഞ്ഞ കറക്റ്റാണ്. ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് തലയ്ക്ക് പരിക്കേറ്റില്ല, നട്ടലിന് പരിക്കേറ്റില്ല. അതെ. പിന്നെ എനിക്ക് 2 മുട്ടുകൾ നഷ്ടമായില്ല, ഈ കൈയുടെ മുട്ടോ കാലിൻ്റെ മുട്ടോ നഷ്ടമായില്ല. ഇതൊക്കെ നഷ്ടമായിരുന്നെങ്കിൽ എനിക്ക് പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കും. പക്ഷേ എന്ത് പോയത് പോയി, ബാക്കി കൊണ്ട് ജീവിക്കാനുള്ള മാർഗം ഉണ്ടായി. അത് ശരിക്കും അമ്മയാണ് പ്രചോദനം. ഇത് സംഭവിക്കുന്ന പ്രായം എത്രയാണ്? 21 വയസ്സ്. ഓക്കെ. എന്നിട്ട് അനീഷ് അത് എങ്ങനെ ആ സിറ്റുവേഷനെ ഇങ്ങനെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഇങ്ങനെ, വീട്ടിലത്തെ ബാക്ക്ഗ്രൗണ്ടും ഇങ്ങനെ, അത്രയും എനിക്ക് തോന്നുന്നില്ല ചേട്ടനാണെങ്കിലും അങ്ങനെ സെറ്റിൽ ആയിട്ടുണ്ടാവില്ലായിരിക്കും. പോലീസ് ജോലി ജസ്റ്റ് ട്രെയിനി ആയിട്ട് കിട്ടിട്ടുള്ളൂ. അപ്പോഴും വരുമാനം ഉള്ളൂ. അപ്പോഴും വരുമാനം നിങ്ങൾക്ക് ഫിനാൻഷ്യലി അത്ര സൗണ്ട് ഒന്നും അല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അനീഷ് എങ്ങനെയാണ് അനീഷിന്റെ മെഡിക്കൽ കണ്ടീഷൻ, ഫിനാൻസും കാര്യങ്ങളും? എന്നാൽ ആ ചലഞ്ചിങ് ആയിരുന്നു. പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അന്നത്തെ ചികിത്സയ്ക്കുള്ള കുറേ സഹായങ്ങളൊക്കെ അന്ന് നൽകി. എനിക്ക് 2009 ഒക്ടോബർ മാസം 17 ഞാൻ ആക്സിഡൻറ്റ് ആയി കൈകാൽ നഷ്ടമാകുന്നത്. 2010 ഫെബ്രുവരി ആയപ്പോൾ ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങി. ഞാൻ വെപ്പ് 1-2.5 മാസമായപ്പോൾ വെപ്പ് വെച്ചു. ഞാൻ സാധനങ്ങളെടുത്ത് കച്ചവടം ചെയ്യാൻ തുടങ്ങി. വേറെ മാർഗ്ഗമില്ല, കരയാൻ അവസരമില്ല, പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വെപ്പയ്ക്കും വെപ്പാലും നല്ല വിലയാണ്. ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഇതിൻ്റെ വില 1 ലക്ഷം രൂപയാണ്. വെച്ചിരിക്കുന്ന കാലിൻ്റെ വില 1.5 ലക്ഷം രൂപയാണ്. 17ാമത്തെ കയ്യാണ്, 18ാമത്തെ കാലാണ്. അതിനകത്ത് കുറച്ചെണ്ണം മെഡിക്കൽ കോളേജിൽ നിന്നും കുറച്ച് കൺസെഷനൊക്കെ കിട്ടുന്നുണ്ട്, ബാക്കിയൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്നു. അപ്പം നമുക്ക് വേറെ താങ്ങില്ല, കരഞ്ഞുകൊണ്ടിരിക്കാൻ മാർഗ്ഗമില്ല. കരച്ചിലുണ്ട്, വേദനയുണ്ട്, ജീവിക്കണം എന്ന് ആഗ്രഹമില്ലായിരുന്നു, ഇതൊക്കെ ഉണ്ട്. പക്ഷെ മുമ്പോട്ട് പോയേ പറ്റൂ. അമ്മയ്ക്ക് വേണ്ടി അച്ഛന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ ഈ ഒരു ആഗ്രഹം കാരണം ജോലി അന്വേഷിച്ചിറങ്ങി ആരും ജോലി തരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെത്താൻ സാധനങ്ങളൊക്കെ എടുത്ത് വീടുകൾ തോറും വിറ്റ് നടക്കും. ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ പ്രോഡക്റ്റ്സ് എടുത്ത് വിറ്റ് ജീവിക്കുമായിരുന്നു ആദ്യം. പക്ഷെ എന്നാലും മനുഷ്യൻ്റെ മനസ്സ് തളർന്ന് നിൽക്കുന്ന ആ സമയത്ത് അമ്മയ്ക്ക് വേണ്ടി അച്ഛന് വേണ്ടിയിട്ട് ജീവിക്കണം എന്നൊക്കെ തോന്നിയാലും ആ ഒരു പ്രായത്തിലൊരു കുട്ടി അവനെ എന്തായിരിക്കും ത്രൈവ് ചെയ്തിട്ടുണ്ടാവുക, എനിക്ക് ലൈഫിലേക്ക് വരണം എന്നുള്ളതും അമ്മയോടും അച്ഛനോടുള്ള ഇഷ്ടം മാത്രമാണോ? അത് അമ്മ പറഞ്ഞ വാചകമാണ്. ഞാൻ കട്ടിലെ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ അമ്മയുടെ കാര്യം ആവശ്യപ്പെട്ടു. അമ്മ എനിക്ക് ദയാവധം വേണം ഞാൻ പറഞ്ഞായിരുന്നു. കാരണം എനിക്ക് തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷയില്ല, കൈയില്ല കാലില്ല, ISR ജോലി കിട്ടിയില്ല, ഞാൻ ചെണ്ടകൊട്ട് കലാകാരനാണ്, പഠിച്ച ടെക്നിക്കൽ ഫീൽഡാണ്. അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ല, എനിക്ക് മരിക്കണം എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞത് എന്തൊക്കെ കുറവുണ്ടെങ്കിലും നിന്നെ എനിക്ക് വേണം എൻ്റെ മരണം വരെ. എൻ്റെ മരണം വരെ എനിക്ക് നിന്നെ കാണാൻ കിട്ടിയേ പറ്റൂ, മുമ്പോട്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചിരിക്കുക. എൻ്റെ അന്നത്തെ ആഗ്രഹം തുറന്നു പറയാം, എൻ്റെ അമ്മ എന്ന് വരെ ജീവിക്കുന്നു അന്ന് വരെ ജീവിക്കുക, അത് കഴിയുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യുക. ഇതായിരുന്നു അന്നത്തെ എൻ്റെ ആഗ്രഹം. അവിടുന്ന് പതിയെ സ്വന്തം നടക്കാൻ തുടങ്ങി, ഈ ഏൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കോൺഫിഡൻസ് വന്നു തുടങ്ങി. പിന്നെ ഞാൻ കണ്ട ഒരു വലിയ കാര്യം, ഞാൻ സംസാരിക്കുമ്പോൾ വേറെ ആൾക്കാർക്ക് ഭയങ്കര പ്രതീക്ഷ വരുന്നു. ഞാൻ ഈ സാധനം വിൽക്കാൻ പോകുമ്പോഴേ അവർ സാധനം മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര പ്രചോദനമാകുന്നു. അങ്ങനെയാണ് എങ്കിൽ പ്രചോദക പരിശീലനാകണം എന്നൊരു ചിന്ത വരികയും മാത്യു കണമല എന്നുള്ള ഗുരുനാഥനിലേക്ക് വരികയും ഈ മേഖലയിലേക്ക് സജീവമാകുകയും ചെയ്തത്. പിന്നെ ഞാൻ അനീഷ് നിറയെ സംസാരിക്കുമായിരുന്നോ? ഇത്രയില്ല, ഞാൻ ഇങ്ങനെയേ അല്ല. എൻ്റെ ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ ഇനി ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ അന്വേഷണം മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ വേറൊരാൾക്ക് പ്രചോദനം, എൻ്റെ വാക്കുകൾ വേറൊരാൾക്ക് പ്രചോദനമാവുന്നുണ്ടെന്ന് സംസാരിക്കാത്ത ഒരു കുട്ടി എങ്ങനെ അതും തിരിച്ചറിഞ്ഞു? അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ബേസിക്കലി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പണ്ട് തൊട്ടേ മറ്റുള്ളവരെ നന്നാക്കണം, അവരെ സഹായിക്കണം എന്നുള്ളൊരു വ്യക്തി കിടപ്പുണ്ട്. പക്ഷേ ഉള്ളിലെ ഭയം കാരണം ഇത് ഞാൻ ചെയ്യാറില്ല. സ്റ്റേജിലൊക്കെ കയറി പലതവണ പ്രസംഗം നിർത്തി ഇറങ്ങിപ്പോയിട്ടുണ്ട്, പേടി കാരണം. ഉള്ളിൽ ഭയങ്കര ഭയമുള്ളൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ നോക്കിയപ്പം അമ്മ പറഞ്ഞൊരു വാചകമുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മ എനിക്കൊരു ചുറ്റിക എടുത്തിട്ട് ആണി പോലും ഇനി തറയ്ക്കാൻ പറ്റില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പം അമ്മ ചോദിച്ചാണ്, നിനക്ക് യാതൊരു പരിക്കും ഇല്ലാത്ത നാവില്ലേ, നീ പണ്ട് പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചല്ലേ, എങ്കിൽ നിനക്ക് ഇതുകൊണ്ട് പ്രചോദനം നൽകിക്കൂടെ? അപ്പം എൻ്റെ വാക്ക് കേട്ട് കുറച്ച് പേര് പറഞ്ഞു, ഞങ്ങളൊന്ന് ലൈഫിൽ ആത്മഹത്യയെക്കുറിച്ച് ഇനി ചിന്തിക്കില്ല എന്ന് പറഞ്ഞു. താങ്കളുടെ ജീവിതം കേട്ടുകൊണ്ട് ഞങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായി. അപ്പം ഞാൻ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. സെബാസ്റ്റ്യൻ ജോർജ് പറഞ്ഞ ഒരു വ്യക്തി എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞൊരു വാചകം ഇത്, ദൈവത്തിന് അനീഷിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനല്ല നന്മയ്ക്കായിരിക്കും. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അനീഷിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതെന്താണെന്ന് കണ്ടെത്താൻ പറഞ്ഞു. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് പ്രതീക്ഷ കിട്ടുന്നു, എങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് മാക്സിമം പ്രതീക്ഷ കൊടുക്കണമല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ടെക്നിക്കൽ ഫീൽഡിൽ നിന്ന് മാറിയിട്ട് പിന്നെ BSW പഠിക്കുന്നത്, MSW പഠിക്കുന്നത്. കാരണം ആ മേഖല എനിക്ക് കൂടുതൽ
ആൾക്കാരിലേക്ക് എത്തിച്ചേരാമെന്ന് ആഗ്രഹം വരുന്നത്. അങ്ങനെ ട്രെയിനിങ്ങിൽ വളരെ സജീവം. ഇതിനിടയിൽ ഇന്നിപ്പോൾ ഐ എം ഷുവർ അനീഷ് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയണത് അമ്മ തന്നെയാണ്. തീർച്ചയായും. അമ്മയുടെ പേരെന്താ? വത്സമ്മ. അമ്മ ഇപ്പം എന്ത് ചെയ്യുന്നു? അമ്മ ദേ വീട്ടിലുണ്ട്. ഒരു 1.5 മാസം മുമ്പ് ഒന്ന് വീണ് കാലൊക്കെ ഒടിഞ്ഞ് വീട്ടിരിപ്പുണ്ട്. അതെന്ന് വെച്ചാൽ അത് ചേട്ടൻ്റെ വീട് പണിതുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീണ് കാലിൻ്റെ അവിടെ വട്ടം ഒടിഞ്ഞ് 2 ബോണും പൊട്ടി കമ്പിയൊക്കെ ഇട്ടിരിക്കുക. സത്യം പറഞ്ഞാൽ വിഷമകരമായ സംഭവമാണെങ്കിലും എനിക്കിന്നൊരു അഭിമാനകരമായ ദിവസങ്ങളാണെന്ന് ഞാൻ പറയും. കാരണം എൻ്റെ അമ്മയെ നന്നായിട്ട് നോക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അമ്മ ഭയങ്കര പിരിവിരിപ്പിൻ്റെ ആൾ. അമ്മയുടെ ആ പിരിവിരിപ്പ് എനിക്ക് കിട്ടിയേക്കുന്നത്. വെറുതെ ഇരിക്കത്തില്ല. ഞാൻ എന്നും പറയാം എൻ്റെ കൂടെ വന്ന് നിൽക്കത്തില്ല. ഇപ്പം ഈ ഒരു സമയത്ത് കഴിഞ്ഞ 1.5 മാസമായിട്ട് നടക്കാൻ പറ്റില്ലോ, വീട്ടിൽ വന്നിരിപ്പുണ്ട്. അപ്പോൾ അമ്മയെ വീൽ ചെയറെ കൊണ്ട് നടക്കുക, ഇൻസുലിൻ ഞാൻ ആദ്യമായിട്ട് സൂചി വെക്കുന്ന എൻ്റെ അമ്മയുടെ ദേഹത്താണ്. ഡെയിലി ഇൻസുലിൻ എടുക്കുക, ഡ്രസ്സ് ചെയ്യുക, ഈ പണിയൊക്കെ ഞാനും വൈഫും കൊച്ചുകൂടെ കൂടിയാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ അമ്മയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയൊരു സ്നേഹ സന്തോഷം തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഒരു റോൾ മോഡൽ ആക്കേണ്ട ഒരു അമ്മയും അതുപോലത്തെ മക്കളും. അച്ഛൻ ഉണ്ട്, ആരോഗ്യവാനായിട്ടിരിക്കുന്നു. അസുഖങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നേരത്തെ അപേക്ഷിച്ച് അച്ഛന് ഭയങ്കരമായ വ്യത്യാസം വന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഉണ്ടായ ഒരു മാറ്റം അച്ഛനെ ഭയങ്കരമായിട്ട് പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്കൊന്ന് അച്ഛനധികം സ്നേഹം കിട്ടിയിട്ടില്ല, അച്ഛനെ സ്നേഹിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ രീതിയിലായിരുന്നു അച്ഛൻ്റെ അന്നത്തെ പ്രതികരണങ്ങളൊക്കെ. ഇന്ന് അച്ഛന് സ്നേഹം കൊടുത്തപ്പോൾ തിരിച്ചും കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ലോകത്ത് മോശമായിട്ടുള്ള ഒരു വ്യക്തി പോലും ഇല്ല. നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നുള്ളതാണ്. അവരെ മനസ്സിലാക്കണം. ചിലർക്ക് മാനസികമായ ബുദ്ധിമുട്ട് കാണും, അത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കേസാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. ശരിക്കും ശരീരവേദനക്കാളും വലിയ വേദന മാനസിക വേദന. അങ്ങനെയാണെങ്കിൽ ശരീരത്തിൻ്റെ അസുഖത്തെക്കാളും വലിയ അസുഖം മനസ്സിൻ്റെ അസുഖം. പലപ്പോഴും മനസ്സിൻ്റെ അസുഖത്തെ ആൾക്കാർ ഭ്രാന്താന്നൊക്കെ പറഞ്ഞ് അങ്ങ് നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുക. ആ വേദന നമ്മൾ കാണണം. മനസ്സിൻ്റെ വേദന സമയത്ത് നമ്മൾ കൂടുതൽ നിൽക്കണ്ടേ. കാരണം ശരീരത്തിൻ്റെ വേദന കാണാൻ പറ്റും. ശരീരത്തിൻ്റെ വേദന ഉണ്ടെങ്കിൽ ഇപ്പം നീരുണ്ടാകാം, പൊട്ടലുണ്ടാകാം, അല്ലേ, നമുക്ക് പുറത്ത് കാണാൻ പറ്റും. മനസ്സിൻ്റെ വേദന കാണത്തില്ല. അപ്പം ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി. അപ്പം എൻ്റെ അച്ഛനെ സംബന്ധിച്ചോളം ആ ഒരു സപ്പോർട്ട് കൊടുത്തപ്പോൾ അച്ഛൻ ഭയങ്കര സ്നേഹത്തോടെ നിൽപ്പുണ്ട്. ഇപ്പം വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഇത്രയൊക്കെ അനുഭവങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇതിനകത്തൊന്നും ഒന്നും നല്ലത് എന്ന് പറയാൻ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളല്ലല്ലോ, അല്ലേ? പക്ഷേ സ്വന്തം ആ അനുഭവങ്ങളിൽ നിന്നും ഇന്നിപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അനീഷിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, DSW MSW ഒക്കെ കഴിഞ്ഞ് നിന്നിട്ട് പിന്നെ സർക്കാർ ജോലിയിലേക്ക് കിട്ടിയ ഒരാളാണ്. പക്ഷെ എല്ലാവരും സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു കാലമാണ് ഇന്നും കൂടെ, അല്ലേ? അങ്ങോട്ട് പൈസ കൊടുത്ത് എങ്ങനെയെങ്കിലും സർക്കാർ ജോലി കിട്ടാൻ നോക്കും. പക്ഷെ അത് കിട്ടിയിട്ടും ആ ജോലി ഇപ്പം റിസൈൻ ചെയ്തിട്ടില്ലല്ലോ, നിലവിൽ ലീവിലാണ്. പക്ഷെ അതിനകത്ത് നിന്നും വിട്ട് ഇങ്ങനെ ഒരു പ്രൈവറ്റ് ആയിട്ടൊരു സംഭവം ചെയ്യാനായിട്ട് അന്വേഷണം തോന്നിപ്പിച്ചത് എന്തായിരിക്കും? പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ മാറ്റം അറിയുന്നതുകൊണ്ട് തന്നെയാണ്. ഒന്ന്, നമുക്ക് ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ പിള്ളേർ മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? തൊഴിലവസരം ഇല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് ഓൺട്രപ്രനേഴ്സാണ്. തൊഴിൽ നൽകേണ്ടവരാണ് വേണ്ടത്. അപ്പം തൊഴിലും എന്നെ സംബന്ധിച്ച് ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനെ ഒരു കഴിവുണ്ട്, സംസാരിക്കാനുള്ളൊരു കഴിവ് നൽകിയിട്ടുണ്ട്. എങ്കിൽ എനിക്ക് 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്നൊരു സ്ഥാപനം എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നുള്ളൊരു ചിന്തയാണ് ഒന്നാമത് വന്നത്. 2, ലൈഫിൻ്റെ പർപ്പസ് എന്നൊരു പാർട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എല്ലാ വ്യക്തികൾക്കും ലൈഫിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഹഗ് ഇൻ്റർനാഷണലിൻ്റെ H എന്ന് പറയുന്നത് ഹോപ്പാണ്, U എന്ന് പറയുന്നത് യുണീക്നെസ് ആണ്, G എന്ന് പറയുന്നത് ഗ്രോ പർപ്പസ്ഫുള്ളി എന്നാണ്. ബി ഹോപ്പ്ഫുൾ, അൺലീഷ് യുവർ യുണീക്നെസ് ആൻഡ് ഗ്രോ പർപ്പസ്ഫുള്ളി ആണ്. നമുക്കെല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ട്. എന്ന് പറയത്തില്ലേ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറയത്തില്ലേ, അതുപോലെ നമുക്കൊരു പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് ഫുൾഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ ലൈഫിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റൂ. എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് ആൾക്കാർക്ക് വാല്യൂ ആഡ് ചെയ്ത് അവരുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഈ നല്ലോണം കഷ്ടപ്പെടുകയും എന്നാൽ എത്തേണ്ടടുത്ത് എത്താതിരിക്കുകയും ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരെ ട്രാൻസ്ഫോം ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ പർപ്പസ്. അതിന് എനിക്ക് ആ പഞ്ചായത്തിൽ ഇരുന്നാൽ സാധിക്കത്തില്ല. അവിടെ ലിമിറ്റഡായി പോകും. അവിടെ കുറച്ച് ആൾക്കാരെ മാത്രമേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. എനിക്ക് കൂടുതൽ ആൾക്കാരെ കാണണം, കൂടുതൽ ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം. അപ്പോൾ അതിന് നമ്മുടെ ലോകം കുറച്ചുകൂടെ വലുതാക്കണം. പിന്നെ അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ ഗവൺമെൻറ് സർവീസിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരെയൊക്കെ ചോദിച്ചാൽ മനസ്സിലാകും, അത്ര വലിയ സന്തോഷകരമായ അവസ്ഥയല്ല അവിടെയൊക്കെ. കാരണം വെച്ചാൽ ഉണ്ട്, സേഫായിട്ട് സാലറി ഉണ്ട്, സെക്യൂർ ആയിട്ട് സാലറി ഉണ്ടെന്നല്ലാതെ ഇവർ എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിൽ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഒന്നും അവിടെ ഇല്ല പലയിടത്തും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ പെർഫോം ചെയ്യണം. അപ്പോൾ ഞാൻ ഇറങ്ങിയാൽ വേറൊരാൾക്ക് ജോലി കിട്ടും. അപ്പോൾ എൻ്റെ ലീവ് വേക്കൻസി വേറെ ആൾക്ക് ജോലി കിട്ടി PSC മുഖാന്തരം. അപ്പോൾ അവിടെ ഒരാൾക്ക് അവസരം കിട്ടി. ഞാനിവിടെ ഇറങ്ങിയുണ്ട്. ഇപ്പം കൃത്യം പറഞ്ഞാൽ 16 പേർക്ക് നേരിട്ട് എനിക്ക് ജോലി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ നാട്ടിൽ ഇനി ഏറ്റവും അധികം വേണ്ടത് ഓൺട്രപ്രനേഴ്സാണ്. കേരളം ഇനി സാമ്പത്തിക രക്ഷപ്പെടാൻ ഏറ്റവും അധികം വേണ്ടത് എല്ലാ കുടുംബങ്ങളിലും ഒരു സംരംഭകൻ ഉണ്ടാകുക എന്നുള്ളത്. നമ്മളിത് പറഞ്ഞു നടക്കുന്ന കാര്യമില്ല, ഞാനിത് ചെയ്ത് കാണിച്ചിട്ട് വേണം പറയാൻ. അപ്പം ഞാൻ സംരംഭകർക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പോൾ അവരെന്തിക്കും
നീ സേഫായിട്ട് ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് കയറി ഇരുന്നിട്ട് നീ പറഞ്ഞു നടക്കുന്ന സംരംഭം ചെയ്യാൻ അല്ല, ഞാനും ഇറങ്ങിയിട്ട് സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി ഇത്രയും പേർക്ക് തൊഴിൽ നൽകിയിട്ടാണ് ഈ പറയുന്നത്. അപ്പം മുമ്പോട്ട് ഇനി ഉണ്ടാകേണ്ട മാറ്റം എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചല്ല, ഓൺട്രപ്രണർഷിപ്പാണ്. അതായത് ഇന്നോവേഷൻസ് ഉണ്ടാകണം, വാല്യൂ ആർക്കിടെക്ട്സ് ഉണ്ടാകണം, ക്രിയേറ്റേഴ്സ് ഉണ്ടാകണം. അതാണ് ഇത് ഏജാണ്. ആ ഏജ് അനുസരിച്ച് മൂവ് ചെയ്യണം എന്നുള്ള ചിന്ത കൊണ്ട്. അതുകൊണ്ട് തന്നെ ആവണം അനീഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നാളെ നമ്മുടെ രാജ്യം ഡെവലപ്ഡ് നേഷൻ ആവുമ്പോൾ തീർച്ചയായിട്ടും അതിൽ അനീഷ് മോഹന് ഒരു സ്പേസ് ഉണ്ടാവും, അഥവാ അല്ലെങ്കിൽ ഹഗ് ഇൻ്റർനാഷണൽ അതിൻ്റെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. അതെങ്ങനെയാണ് അപ്പോൾ? ഇത് തന്നെയാണ്, അതായത് ഹ്യൂമൻ റിസോഴ്സ്. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്നുള്ളത് ഹ്യൂമൻ റിസോഴ്സാണ്. നമ്മൾ ഏറ്റവും അധികം മിസ്യൂസ് ചെയ്യപ്പെടുന്നത് ഹ്യൂമൻ റിസോഴ്സാണ്. രണ്ട് കാര്യങ്ങൾ, ബ്രെയിൻ ഡ്രെയിനും ബ്രെയിൻ വേസ്റ്റും. അറിയാമല്ലോ അല്ലേ? ബ്രെയിൻ ഡ്രെയിൻ എന്ന് വെച്ചാൽ ഏറ്റവും മിടുക്കരായ നമ്മുടെ പിള്ളേർ ഇവിടെ പഠിച്ചിട്ട് ആ ബുദ്ധിയെ വിദേശത്ത് പോയി ഉപയോഗിക്കുന്നു. ബ്രെയിൻ വേസ്റ്റ് ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് ആൾക്കാർ ചെറിയ ജോബിൽ പോയിരിക്കുന്നു. PhD എടുത്ത ആൾക്കാർ വരെ ചെറിയ പോസ്റ്റുകളിലേക്ക് പോകുന്നു. PG എടുത്ത ആൾക്കാർ ഇപ്പം BTechും MTechും കഴിഞ്ഞ ആൾക്കാർ ബാങ്കിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലർക്കായിട്ട് പോകുന്നു. ഇത് ശരിക്കും അവർ എത്ര വർഷം കൊണ്ട് പഠിച്ചൊരു സംഭവമാണ്. ഇത് ഉപയോഗിക്കുന്നുണ്ടോ? അത് മനസ്സിലാക്കാൻ ഒരു സിമ്പിൾ പോയിന്റ് പറയാവേ. ഇപ്പം ഒരു 20-21 വയസ്സുള്ളൊരു യുവാവ് കേരളത്തിൽ കൂലിപ്പണി ചെയ്താൽ തന്നെ ഇപ്പോൾ ഒരു ആവറേജ് 1000 രൂപ കിട്ടും. അല്ലേ? 800 രൂപ മുതൽ ആവറേജ് 1000 രൂപ കിട്ടും. അതായത് ഒരു കുട്ടിയുടെ വെർത്ത് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്, ഒരു യുവാവിൻ്റെ വെർത്ത്. അല്ലേ? ഒരു മാസം 25 വർക്കിംഗ് ഡേ ഉണ്ട്, 25,000 വെർത്ത്. ഒരു വർഷം 12 മാസം 3 ലക്ഷമാണ് വെർത്ത്. അപ്പോൾ ഒരു യുവാവ് അവന് ഇഷ്ടമില്ലാത്തൊരു ഡിഗ്രി കോഴ്സ് 4 വർഷം പഠിക്കുകയെന്ന് വിചാരിക്കുക. അവൻ്റെ ലോസ് എന്ന് പറഞ്ഞാൽ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 ലക്ഷം ഇൻറ്റു 4 വർഷം 12 ലക്ഷം രൂപയാണ്. പഠിക്കുന്ന ഫീസോ ഇത് മെസ്സൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. അവന് ഇഷ്ടമല്ലാത്തൊരു കോഴ്സ് പഠിക്കുമ്പോൾ അവൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന നഷ്ടമാണ്. മാത്രമല്ല ആ സീറ്റിൽ പഠിക്കേണ്ട ഒരാളുടെ അവസരം കൂടെ കളയും കൂടെ ചെയ്തിട്ടുണ്ട്. അതെ അല്ലേ? അപ്പം ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു കോഴ്സ് പഠിക്കാൻ ഒരു കുട്ടിക്ക് 3 ലക്ഷം രൂപ ഫീസ് വേണം. അപ്പം മിക്കവാറും പൈസ ഇല്ലെങ്കിൽ ആ കൊച്ചു ചെയ്യുന്നത് വെച്ചാൽ തൊട്ടടുത്തുള്ള കോളേജിൽ എന്ത് കോഴ്സ് ഉണ്ടോ അതിന് പോയി അഡ്മിഷൻ എടുക്കും. സത്യത്തിൽ ആ പയ്യൻ ചെയ്യേണ്ടത് 1 വർഷം ബ്രേക്ക് എടുക്കുക, പണിക്ക് പോവുക, 3 ലക്ഷം രൂപ സമ്പാദിക്കുക, അടുത്ത വർഷം പോയിട്ട് ഇഷ്ടമുള്ള കോഴ്സ് പഠിച്ചാൽ മതി. ഒറ്റ കൊല്ലേ പോകത്തുള്ളൂ. ഇത് ലൈഫ് മുഴുവൻ പോവുക. ശരിയല്ലേ? ഈ നഷ്ടം ഇവിടെ ഭയങ്കരമാണ്. കേരളത്തിൽ 1000 പിള്ളേരുള്ളൊരു കോളേജ് ഒരു ദിവസം സ്ട്രൈക്ക് എടുത്താൽ ലോസ് 10 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ. ഇത്രയും പ്രൊഡക്ടിവിറ്റിയുള്ള പിള്ളേരെ പഠിക്കുന്നത്. 1000 കുട്ടികളുടെ ഇൻറ്റു 1000 10 ലക്ഷം. ഒരു കോളേജ് ഒരു ദിവസം സ്ട്രൈക്ക് എടുത്താൽ ആ കോളേജിൻ്റെ കുട്ടികളുടെ മാത്രം ലോസ് 10 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഈ കുട്ടികളുടെ കഴിവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഇത് ഉപയോഗിക്കാനായിട്ട് സാധിച്ചാൽ ഇവിടെ വിപ്ലവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എപ്പോഴും ഇതിനകത്ത് ഒരു വലിയ പങ്ക് പേരൻസിനും ടീച്ചേഴ്സിനും ഉണ്ട്. കാരണം ഈ പേരൻസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അവർക്കറിയാം മോളെ ഒന്ന് കാത്തിരുന്ന നല്ല ഒരാളെ കൊണ്ട് കെട്ടിക്കാം, പക്ഷെ 3-4 കൊല്ലം കാത്തിരിക്കണം. എന്നാൽ പിന്നെ അയലോക്ക് അങ്ങനെ ഒരു പയ്യനിപ്പോൾ നിൽപ്പുണ്ട്, പെട്ടെന്ന് കിട്ടിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. ഇതും പറഞ്ഞുകൊണ്ടാണ് അടുത്തുള്ള കോളേജിൽ കൊണ്ടുപോയിട്ട് ഇഷ്ടമില്ലാത്ത കോഴ്സ് പഠിപ്പിക്കുന്നത്. ഒന്നും ഒരു അന്വേഷണം നടത്തി നോക്കിയേ, എത്ര കുട്ടികളുണ്ട് ഇഷ്ടമുള്ള മേഖലയിൽ പഠിച്ചിറങ്ങിയിട്ടുള്ളവർ? വിരലിൽ എണ്ണാവുന്നവരാ. എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി നോക്കിക്കേ. ഞാനിപ്പം നേഴ്സിംഗ് കോളേജിൽ ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. കാരണം ഈ നേഴ്സസ് ആണല്ലോ, കൂടുതൽ ആൾക്കാർ നേഴ്സാണല്ലോ. 100 പിള്ളേരോട് ചോദിച്ചു നോക്കുക, നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നേഴ്സിംഗ് പഠിക്കാൻ വന്ന എത്ര പേരെന്ന് ചോദിക്കുക. 5 പേര് കൈപ്പൊക്കിയാൽ ഭാഗ്യം എന്ന് പറയാം. ബാക്കി 95 പറയുന്നത് സാറേ പൈസയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ജോലി കിട്ടാനായിട്ടാണ്. ഈ കുട്ടികൾക്ക് പറ്റിയ കുറേ മേഖലകൾ ഇപ്പം കിടപ്പുണ്ടല്ലോ, ഇത് നമുക്കൊന്ന് കണ്ടെത്താൻ പറ്റണം. അതായത് ഒരു കുട്ടി ഒരു 8ാം ക്ലാസ് മുതൽ നമുക്ക് അവർ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അസസ്മെൻ്റ് ഉണ്ട്. ഹൊവാർഡ് ഗാർണർ എന്നൊരു സൈക്കോളജിസ്റ്റ് കൊണ്ടുവന്നത്. ഓരോ കുട്ടിക്കും അവരുടേതായ കഴിവുകളുള്ള മേഖലകളുണ്ട്. ഇതെന്താണെന്നൊന്ന് കണ്ടെത്തിയിട്ട് വേണം ശരിക്കും 10ന് ശേഷം പഠിക്കാൻ പോകാൻ. അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും? നല്ലൊരു കരിയർ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് പോയി കണ്ടെത്താൻ പറ്റും. ഇപ്പം ഞങ്ങളുടെ ടീമിലുള്ള ഡോക്ടർ ഐസക് തോമസ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ 25 സ്റ്റേറ്റുകളിൽ നേരിട്ട് പോയി ക്ലാസ് എടുത്തിട്ടുള്ള ആയിരക്കണക്കിന് കുട്ടികളുടെ അസസ്മെൻ്റ് എടുത്ത് എക്സ്പെർട്ടൈസ് ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയും, അദ്ദേഹത്തിന് ഭ്രാന്താന്ന് ഞാൻ പറയും. കാരണം ഈ കുട്ടികളെ മുമ്പിലിരുത്തിയിട്ട് ഇവരുടെ കഴിവ് കണ്ടുപിടിച്ച് കൊടുക്കുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. പുള്ളിയുടെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്ന അദ്ദേഹത്തിന് ഇത് സ്റ്റാൻഡേർഡൈസ്ഡ് ടൂളാണ്. ആ ടൂൾ വെച്ച് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ നമുക്ക് കുട്ടികളുടെ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റിയാൽ ഇവരുടെ ട്രാക്ക് നേരെയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എനർജി വേസ്റ്റ് കുറയ്ക്കാൻ പറ്റും, എത്തേണ്ട മേഖലയിൽ എത്തിക്കാൻ പറ്റും. അങ്ങനെ വന്നാൽ ഈ രാജ്യം അത്ഭുതമായി മാറും. സത്യത്തിൽ ഇപ്പം ഞാൻ UK 2015 പോയിട്ടുണ്ട്, 2018 പോയിട്ടുണ്ട്. ഈ 2 സമയങ്ങളിൽ ഞാൻ കണ്ട ഒരേ സ്ഥലങ്ങൾ നോക്കിയാൽ വലിയ കാര്യമായ മാറ്റമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കേരളം നോക്കിക്കേ, ഇന്ത്യ നോക്കിക്കേ, കഴിഞ്ഞ ഒരു 3 വർഷം എടുത്ത് നോക്കിയേ, പ്രകടമായ മാറ്റം വന്നു എല്ലാ മേഖലയിലും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ബേസിക് നീഡ്സ് ആണ് ഏറ്റവും ആദ്യം ഫുൾഫിൽ ചെയ്യേണ്ടത്. ഫുഡ് വേണം, ഷെൽട്ടർ വേണം, ഡ്രസ്സ് വേണം, ട്രാവലിനുള്ള സൗകര്യം വേണം, എഡ്യൂക്കേഷൻ വേണം, ഹെൽത്ത് സെക്ടർ വേണം. നമുക്കിതൊക്കെ ആയി.
ഇനി ഇത് ഒറ്റ കയറ്റം കയറും. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു, അതായത് തറ കെട്ടാൻ താമസമുള്ളൂ, പിന്നെ ഭിത്തി അങ്ങ് കെട്ടി കയറും പെട്ടെന്ന്. ഇനി ഒരു അടുത്തൊരു 5 കൊല്ലം കൊണ്ട് ഇന്ത്യ നന്നായിട്ടും കയറും. ഇത് നമ്മുടെ പിള്ളേർ ഉപയോഗിക്കണം. ഡെവലപ്ഡ് നേഷനിലാണോ ഡെവലപ്പിംഗ് നേഷനിലാണോ വളരാൻ സാധ്യത? ഡെവലപ്പിംഗ് നേഷനാണ്. നമ്മുടെ രാജ്യം വളരുക. നമ്മുടെ പിള്ളേർ ഈ കഴിവ് കണ്ടുപിടിക്കുക. ഞങ്ങൾ ശരിക്കും അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കോഴ്സസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികളെ 1-to-1 ആയിട്ട് കണ്ടെത്താനുള്ള അവസരങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പേരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ. കാരണം ഇത് ആദ്യം മാറുന്നത് പേരൻസും ടീച്ചേഴ്സും. ഈ ടീച്ചേഴ്സ് ഈ ഹോവാർഡ് ഗാർണറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് BEd പഠിച്ചിട്ടുണ്ട്. BEd പഠിക്കാൻ ഡിസൈനാണ്, പക്ഷേ അവരത് പരീക്ഷ എഴുതി മാർക്ക് മേടിച്ച് വിട്ടതേ ഉള്ളൂ. മുമ്പിരിക്കുന്ന കുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെയൊക്കെ ഇപ്പോൾ ഉള്ളൊരു കഴിവെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പിൽ ആര് വന്നിരുന്നാലും ഈ കൊച്ചിൻ്റെ ഏത് ഇൻ്റലിജൻസ് ഹയറെന്ന് നോക്കും, എന്നിട്ട് ഇതിന് ഏതാ കണക്ട് ചെയ്യാൻ പറ്റും നോക്കും. നമ്മൾ ആ കൊച്ചുമായിട്ട് 1 മണിക്കൂർ സംസാരിച്ച് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഈ കൊച്ചിന് ഇന്ന മേഖല സൂപ്പറാണ്, ഇന്നത് ഈ കൊച്ചിനെ കൂടെ കൊള്ളത്തില്ല കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ടീച്ചർമാർക്ക് പറ്റിയാലോ? നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ്? സിലബസ് തീർക്കുക, 100% പാസ്സാക്കുക. അത് മാറണം. മുമ്പിരിക്കുന്ന കൊച്ചെന്താ, എന്തുകൊണ്ട് ഈ കുട്ടിക്ക് മാത്സ് പറ്റാത്തത്, എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പറ്റുന്നത്? അതിനൊരു പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ നല്ല പിള്ളേരെന്ന് പറഞ്ഞ ആരാ? മിടുക്കൊരു പിള്ളേരെന്ന് പറഞ്ഞ ആരാ? മാത്സിന് മാർക്കുള്ളവർ. നമ്മൾ പൊതുവെ പറയുന്നത് മാത്സ് പൊതുവെ എല്ലാത്തിനും മാർക്കുള്ളവർ. പിന്നെ അത്യാവശ്യം കായികപരമായിട്ട് കഴിവുള്ളവർ. സ്നേഹിക്കുന്ന കൊച്ചിനെ കണ്ടുപിടിക്കാൻ മാർക്കുണ്ടോ? അനുകമ്പയുള്ള എമ്പതിയുള്ള കൊച്ചിന്, ലീഡർഷിപ്പ് ഉള്ള കൊച്ചിന് മാർക്കുണ്ടോ? അപ്പോൾ ഈ ലീഡർഷിപ്പ് ഉള്ള കൊച്ച് അല്ലെങ്കിൽ അത് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് പറയും ആൾക്കാരെ. ഇപ്പം രമ്യ ചേച്ചിയുടെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് ഒന്ന് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസാണ്. ഇടപെടാനുള്ള കഴിവ്, മറ്റൊരാളുടെ സങ്കടം കേട്ടാൽ കണ്ണ് നിറയും, എമ്പതി ഉള്ളതുകൊണ്ടാണ്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസാണ്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസും ലീഡർഷിപ്പ് ഇൻ്റലിജൻസും ചില കൈനസ്തെറ്റിക് ആൾക്കാരുണ്ട്. അതായത് ബോഡി ആൻഡ് കൈനസ്തെറ്റിക് എന്ന് പറയും. ഇവർ ഈ സ്പർശനത്തിൻ്റെ ആൾക്കാരാണ്. ഒന്ന് തൊട്ടുക, തലോടുക, അങ്ങനത്തെ ഒക്കെ ഫീൽ ഉള്ളവരാണ്. ഈ ആൾക്കാരുടെ കഴിവ് നോർമലി പെട്ടെന്ന് ടീച്ചർമാർക്ക് കിട്ടത്തില്ല. ഇവരെ പുറകോട്ടാക്കുക. നീ ഒന്നും പഠിച്ചാൽ ശരിയാകത്തില്ല, നീ ഒന്നും രക്ഷപ്പെടത്തില്ല, നീയൊക്കെ വാചകം അടിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ, നിൻ്റെ വർത്താനം കാരണം പ്രശ്നം എന്നൊക്കെ പറയും. ഇവന് ഹീറോ ആകാൻ ഇവൻ എന്ത് ചെയ്യും? ഇവൻ ഗുണ്ടയാണ് ക്ലാസ്സിലെ. കാരണം ഇവന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, ആൾക്കാരെ കൂട്ടാൻ കഴിവുണ്ട്, ഇവൻ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ കഴിവുണ്ട്. അപ്പോൾ ഇവൻ മെയിൻ സ്ട്രീമിൽ വരാതെ ഗുണ്ടയായിട്ട് സൈഡിലോട്ട് ഇങ്ങനെ മാറി നിൽക്കും. ശരിക്കും ഈ പയ്യനെ വേണം ഗൈഡ് ചെയ്ത് മുമ്പിലോട്ട് കൊണ്ടുവരാൻ. ഇത് കണ്ടെത്താൻ ടീച്ചർമാർക്കും രക്ഷകർത്താക്കൾക്കും സാധിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഡെവലപ്പ് നേഷനിലേക്കുള്ള യാത്രയായി. അത് നേടുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. കാരണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കോഴ്സ് നടത്തി എല്ലാ ജില്ലകളിലും ടീച്ചർമാരെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അതാണ് അപ്പോൾ ഹഗ് ഇന്റർനാഷണലിന്റെ മെയിൻ ഒരു എയിം എന്ന് പറയുന്നത്. എത്ര പേരുണ്ട് നിങ്ങളുടെ ടീമിൽ? ഇപ്പം നിലവിൽ ടീച്ചർമാരെ കേസ് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് പഠിച്ചെത്ത ടീച്ചർമാർ 90 പേരുണ്ട്. അവരെ കൊണ്ടെല്ലാം നമ്മൾ ഈ കോഴ്സിന്റെ സമയത്ത് തന്നെ സൗജന്യമായിട്ട് 3 പിള്ളേരെ വെച്ച് മെന്റർ ചെയ്യിക്കും. 3 പിള്ളേരെ കഴിവ് പോയി നിങ്ങൾ കണ്ടുപിടിക്കണം. സൗജന്യമായിട്ട് 2 സ്കൂളിൽ പോയി ക്ലാസ് എടുക്കണം. അത് നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും സ്പ്രെഡിങ് ആവുമല്ലോ, അത്രയും പിള്ളേരെല്ലാം ഒന്ന് ചിന്തിക്കും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.